എന്താ പറയുള്ളൂ? ഫൈനലിൽ കളിക്ക് ഇറങ്ങാൻ പോവാണ്. എന്താണ് ഫൈനലിൽ മത്സരം ടൈറ്റാണ്, കാരണം നന്നായിട്ട് കളിയാണ്. ഞങ്ങൾ എന്തായാലും ജയിച്ച് അപ്പം കൂടെ ഇറങ്ങുന്ന നമ്മുടെ ഈവനി 2 കളികളിൽ പ്ലെയർ ഓഫ് ദ മാച്ച്. ഫൈനൽ മാൻ ഓഫ് ദ സീരീസ് ആവാൻ പറ്റും. അതെ ജീവനി സമാപോ അവസരം രണ്ടാമത്തെ ഓവർ ഗോൾ ചെയ്തെത്തുന്നു രേഷ്മ. ലേക്ക് ഒരു ഷോട്ട്, റണ്ണിനുള്ള ശ്രമം, ഒരു റണ്ണൌട്ട് അവസരം പാഴാക്കുന്നു. 1 റണ്ണ് കൂടി അമൃത ടിവിയുടെ അക്കൗണ്ടിലേക്ക്. മികച്ചൊരു ഷോട്ട്, സിക്സർ. ഇന്നിംഗ്സിലെ ആദ്യ വീണ്ടും ലെഗ് സൈഡിലേക്ക് റണ്ണെടുക്കാനാകുന്നില്ല. സ്കോർ 13ലേക്ക്. കീപ്പർക്ക് കൈപ്പിടിയിൽ ഒതുക്കാനാകുന്നില്ല. 1 റണ്ണ് കൂടി നേടുന്നു. മികച്ചൊരു ഡോട്ട് ബോൾ. സ്കോർ 14ലേക്ക്. മികച്ചൊരു ഷോട്ട്, ശ്രീജയുടെ സിക്സർ. ഇന്നത്തെ രണ്ടാമത്തെ സിക്സർ. ആകുമ്പോൾ 20 റൺസ് വിക്കറ്റൊന്നും നഷ്ടമാകാതെ. നെക്സ്റ്റ് ബൗളർ ഏഷ്യാനെറ്റ്.com വേണ്ടി അവരുടെ ക്യാപ്റ്റൻ കൂടിയായ എൽസ. മികച്ച രീതിയിൽ കഴിഞ്ഞ മത്സരങ്ങളിൽ ബൗൾ ചെയ്ത ബൗളറാണ് എൽസ. ആദ്യ ബോൾ തന്നെ നോ ബോളാണ്. മികച്ചൊരു ഷോട്ട് ആൻഡ് ഇറ്റ്സ് എ സിക്സർ. അമൃത ടിവിയുടെ ഇന്നിംഗ്സിലെ 3ാമത്തെ സിക്സർ ജീവനിയുടെ ബാറ്റിൽ നിന്നും. മികച്ച ഒരു ഷോട്ട്. ഒരു ഡോട്ട് ബോൾ. മികച്ചൊരു തിരിച്ചുവരവ് എൽസയുടെ. ജീവനി ഓൺ സ്ട്രൈക്ക്. മികച്ചൊരു ബോൾ. സ്ട്രൈക്ക് ചെയ്യുന്നു ജീവനി, ബോൾ ചെയ്യുന്നു എൽസ. സ്ട്രൈക്കിൽ ശ്രീജ. വിക്കറ്റ് നഷ്ടമില്ലാതെ 28 റൺസ് നിലയിലാണ് അമൃത ടിവി. വീണ്ടും മികച്ചൊരു ബോളിംഗ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. തുടർച്ചയായ ഡോട്ട് ബോളുകൾ. ബോൾ ചെയ്യുന്നു എൽസ. നിമിഷയാണ് ക്യാച്ചെടുത്തത്. മികച്ചൊരു ക്യാച്ചായിരുന്നു എൽസയുടെ ബോളിൽ. കീപ്പർ നിമിഷയുടെ അതിമനോഹരമായ ഒരു ക്യാച്ച്. 3 ഓവറുകൾ പൂർത്തിയാക്കുന്നു. 3 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 28 റൺസ് നിലയിലാണ്. ഒരു ഷോട്ട്. രാധികയാണ് ന്യൂ ബാറ്റർ. അമൃത ടിവിക്ക് വേണ്ടി അടുത്ത ബാറ്റ് എത്തുന്നു രാധിക.
വീണ്ടും ഒറ്റ ശ്രമം ഒരു ക്യാച്ച് അവസരം പാഴാക്കുന്നു. പൂർണ്ണൻ സൂര്യ നേടുന്നു. അമൃത ടി വി സ്കോർ 30-ലേക്ക്. ബോൾ ഡോട്ട് ബോൾ ശ്രീജയ്ക്ക് അത് കണക്ട് ചെയ്യാനാകുന്നില്ല. ഒരു ക്യാച്ചുള്ള അവസരം. വീണ്ടും മികച്ചൊരു ബോളിംഗ്. 4 ഓവറുകൾ പൂർത്തിയാകുന്നു. അമൃത ടി വി ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് നിലയിലാണ്. അവസാന ഓവർ ബോൾ ചെയ്യാൻ ഈ ഫൈനലിലെ അവസാന ഓവർ ബോൾ ചെയ്യാനെത്തുന്നു ആവണി. ഏഷ്യാനെറ്റ്.comന് വേണ്ടി അമൃതയ്ക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തുന്നു അഖില. സ്ട്രൈക്ക് ചെയ്യുന്നു രാധിക. മികച്ചൊരു ബോളിംഗ്. ലഭിക്കുന്നു ഏഷ്യാനെറ്റ്.comന്റെ ഫീൽഡർ. വീണ്ടും ഒരു വിക്കറ്റ് നഷ്ടമാകുന്നു. അസ്മിത ടിവിക്ക് അടുത്തതായി ബാറ്റിനെത്തുന്നു ഐശ്വര്യ. നാലാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു. മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നു അവർ ഏഷ്യാനെറ്റ്.comന് വേണ്ടി ആവണി. തുടർച്ചയായ 2 വിക്കറ്റുകൾ. ഐശ്വര്യ മികച്ചൊരു ബോളിംഗ്. വീണ്ടും 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 ഡോട്ട് ബോളുകൾ. പോലും നേടാനാകുന്നില്ല. വീണ്ടും തുടർച്ചയായ ഡോട്ട് ബോളുകൾ. 30-ൽ നിന്നും അനങ്ങുന്നില്ല അമൃതയുടെ സ്കോർ. വൈറ്റ് ബോൾ. മികച്ചൊരു ഓവർ. 32 റൺസാണ് Captain Elsa, non-secondary Dargi. പക്ഷെ അഖിലയ്ക്ക് കൈപ്പിടിലെടുക്കാനാകുന്നില്ല. മികച്ചൊരു ഷോട്ട് ഔട്ടിലേക്ക്. ആദ്യ റൺ മിസ്ഫീൽഡിലൂടെ നേടുന്നു ഐശ്വര്യ. ഫുൾ ടോസ് ലെക്ചറിലേക്ക് 2 റൺ അനായാസം നേടുന്നു. മികച്ചൊരു ഷോട്ട്. സിക്സർ. നേരെ കീപ്പറിന്റെ കൈകളിലേക്ക്. കളിക്കാനാകുന്നില്ല ഏഷ്യക്ക്. ആദ്യ ഓവർ പൂർത്തിയാകുന്നു. വിക്കറ്റ് നഷ്ടമില്ലാതെ 12 റൺസ് എന്ന നിലയിലാണ് ഏഷ്യാനെറ്റ്.com. നോ ബോൾ. നോക്കാം. വീണ്ടും ഒരു വൈറ്റ് ബോൾ ആൻഡ് 3 സ്റ്റാർ. ഡെൽമേഷനിലേക്ക് അനായാസം 2 റൺ നേടുന്നു ഗാർഗി. വീണ്ടും ക്യാച്ചിൽ അവസരം പാഴാക്കുന്നു ശ്രീജ.
ഓ വെളിയിലല്ലോ. വീണ്ടും സ്ട്രേറ്റ് ബൗണ്ടറിയിലേക്ക് ഫീൽഡിന്റെ കയ്യിലേക്ക് ഒരു റൺ കൂടി അനായാസം നേടുന്നു. ഒരു റൺസ് കൂടി ഏഷ്യനെത്തിന്. ആൻഡ് ഫ്രീ ഹിറ്റ്. വീണ്ടും മികച്ച ഷോട്ട്. റണ്ണിനായുള്ള ശ്രമം അനായാസം നേടുന്നു. വീണ്ടും മറ്റൊരു ശ്രമം. 2 റണ്ണ് കൂടി, 2 റൺസ് കൂടി. സ്കോർ 21. വൈഡ് ബോൾ. ക്യാപ്റ്റൻ എൽസയും 7 ബോളിൽ 5 റൺസുമായി ഗാർഗിയും ക്രീസിൽ. വീണ്ടും ഒരു റണ്ണുള്ള അവസരമാണ് അവിടെ. അനായാസം റൺ നേടുന്നു. ഒരു ഡോട്ട് ബോൾ, മികച്ചൊരു ബോൾ. പിന്നെ ഓഫറിലേക്ക് മികച്ചൊരു ഷോട്ട്. റണ്ണിനായുള്ള ശ്രമം അനായാസം നേടുന്നു. 1 റൺസ് കൂടി ഏഷ്യനെറ്റ്.കോമിന്റെ അക്കൗണ്ടിലേക്ക്. വീണ്ടും മികച്ചൊരു ഷോട്ട്. അനായാസം 1 റണ്ണ് കൂടി. വീണ്ടും മികച്ചൊരു ഷോട്ട്. ഗാർഗിയുടെ റണ്ണിനായുള്ള ശ്രമം അനായാസം നേടുന്നു. 6 റൺസ് അകലെ ഒരു സിക്സർ. 6 റൺസ് അകലെ കിരീടധാരണത്തിനായി ഏഷ്യനെറ്റ്.കോം. ഒരു സിക്സ് മാത്രം മതിയാകും ഏഷ്യനെറ്റ്.കോമിനെ മത്സരം വിജയിക്കാൻ. മികച്ചൊരു ബോൾ ഐശ്വര്യയുടെ പതനം. 3 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 26 റൺസ്. 2 ഓവറുകൾ ബാക്കി. 12 ബോളിൽ നിന്നും 6 റൺസ്. 12 ബോളിൽ നിന്നും 6 റൺസ്. ഒരു 2 റണ്ണ് കൂടി. 2 റൺസ് കൂടി ഏഷ്യനെറ്റ്.കോമിന്റെ അക്കൗണ്ടിലേക്ക്. 4 റൺസ് അകലെ ഒരു ബൗണ്ടറി. സൂപ്പർ ബോൾ. ഒരു ഡോട്ട് ബോൾ. മികച്ചൊരു ഓവർ ഐശ്വര്യയുടെ ഭാഗത്തു നിന്ന്. മികച്ചൊരു ഓവർ. 6 ബോളുകൾ ശേഷിക്കെ 4 റൺസ്. അത്യന്തം ആവേശകരമായ ഒരു മത്സരം. അമൃത ടിവിയുടെ എക്സ്പീരിയൻസ് പ്ലെയർ ശ്രീജ ബോൾ ചെയ്യാനെത്തുന്ന അവസാന ഓവറിൽ ട്രൈ ചെയ്യുന്നു ക്യാപ്റ്റൻ എൽസ ഫോർ ഏഷ്യനെറ്റ്.കോം. അനായാസം 2 3 റണ്ണുകൾ നേടുന്നു. സ്കോർ ലെവലായിരിക്കുന്നു. 1 റൺസ് കൂടി. 1 റൺസ് കൂടി മാത്രം. ഏഷ്യനെറ്റ്.കോം നമ്പർ 10 വിക്കറ്റ്. ഏഷ്യനെറ്റ്.കോം നമ്പർ 10 വിക്കറ്റ്. മികച്ച രീതിയിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഇതിലെ കട്ടുനിർത്തുന്നു ഏഷ്യനെറ്റ്.കോം. വിജയത്തുള്ള സമ്മാനദാനം
ഈ ടൂർണമെൻറ്റിനെ പറ്റി രണ്ട് വാക്ക്. റണ്ണറപ്പ് ആയിരിക്കുകയാണ്, എന്താണ് അഭിപ്രായം? ഗംഭീര മാച്ചായിരുന്നു. ഫൈനലിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു, കാരണം നമുക്ക് അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു. ഈ കളി നമ്മൾ പിടിച്ചു തന്നെ. പിന്നെ നമ്മൾ സ്റ്റേഡിയത്തിൽ ആയിരുന്നു കളിയെങ്കിൽ കളി നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ. ഓക്കെ, കഴിഞ്ഞ വർഷം നമ്മൾ കപ്പടിച്ചു, ഇനി അടുത്ത വർഷം ഞങ്ങൾ കപ്പടിക്കും. പറഞ്ഞതുപോലെ ടർഫിലേക്ക് കളി വന്നപ്പോൾ തന്നെ ചെറിയൊരു, അതായത് ആർക്കും റണ്ണടിക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഐശ്വര്യ പറഞ്ഞതുപോലെ ഗ്രൗണ്ടിലായിരുന്നു മത്സരമെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഇടയ്ക്കൊരു തോൽവി നല്ലതാണ്, കാരണം കൂടുതൽ നന്നായി അടുത്ത തവണ പ്രകടനം കാഴ്ചവെക്കാൻ അത് സഹായിക്കുമെന്നാണ് വിശ്വാസം. എന്തായാലും ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞങ്ങൾ എടുക്കുകയാണ്. അടുത്ത തവണ ഇതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ വരും. അടുത്ത തവണ കപ്പും കൊണ്ടേ ഞങ്ങൾ പോകും. വിഭാഗം കേരളം സെക്രട്ടറിയാണ് ട്രോഫി കൈമാറുന്നത്.